ഡിവിഷൻ വിശിഷ്ട അതിഥിയെ പരിചയപ്പെടുത്താൻ വളരെയധികം സന്തോഷമുണ്ട്. കൗൺസിലർ, എഡ്യൂക്കേറ്റർ, ട്രെയിനർ എന്നീ മേഖലകളിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന നബീല മാഡമാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. ബി.എഡ് സോഷ്യൽ സയൻസ് ബിരുദധാരിയായ അവർ ഹൈസ്കൂൾ തലത്തിൽ 7 വർഷത്തോളം സോഷ്യൽ സയൻസ് അധ്യാപികയായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അധ്യാപന ജീവിതത്തിനിടയിലെ കൗമാരക്കാരായ കുട്ടികളുടെ മാനസികാവസ്ഥകളും അവരുടെ വെല്ലുവിളികളും അടുത്തറിഞ്ഞ് കൗൺസിലിംഗ് മേഖലയിലേക്ക് കൂടുതൽ സജീവമായി കടന്നു വരാൻ അവർക്ക് പ്രചോദനമായി. 2018 മുതൽ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹാറ്റ്സിൽ കൗൺസിലറായിട്ട് പ്രവർത്തിച്ചു വരുന്നു. മാനസികാരോഗ്യം, സ്ത്രീ ശാക്തീകരണം, അതുപോലെ പാരന്റിംഗ്, ചൈൽഡ് ഡെവലപ്മെന്റ് എന്നീ മേഖലകളിൽ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിവരുന്ന മാഡമാണ്. കൂടാതെ സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചും കുട്ടികളുടെ സമഗ്ര വളർച്ചയെക്കുറിച്ചും മികച്ച പാരന്റിംഗ് എങ്ങനെ വേണമെന്നുള്ള ഒരുപാട് ക്ലാസുകൾ നയിച്ച അനുഭവ സമ്പത്ത് അവർക്കുണ്ട്. അറിവും അനുഭവ സമ്പത്തും നിറഞ്ഞ അവരുടെ വാക്കുകൾ ഇന്ന് നമ്മെ പുതിയ ചിന്തകളിലേക്കും കാഴ്ചപ്പാടുകളിലേക്കും നയിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഏവർക്കും ഈ ഡിവിഷൻ സെഷനിലേക്ക് സ്വാഗതം. ഒപ്പം മാഡത്തെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഡയറക്ടർ ന്യൂസിയ മാഡം, അതുപോലെ തന്നെ ടീം ഇൻചാർജിലെ ഫെമിന മാഡം, ഷിഫ്ന മാഡം, ബാക്കി എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഫ്ലോർ ഹാൻഡ് ഓവർ ടു മാഡം. പ്ലീസ് നബീല മാഡം. ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരെ. ഡിവിഷൻ ടാക്കിലെ ഡെയിലി പുതിയ നന്മകളും പുതിയ അറിവുകളും സമ്പാദിച്ച് സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുടെയും ഒരുപാട് പരിശീലകരുടെയും ഗ്രൂപ്പിൽ പുതിയൊരു വിഷയം പ്രസന്റ് ചെയ്യാൻ തന്ന അവസരത്തിന് എന്നെ വിളിച്ചിട്ടുള്ള ഫെമിന മാഡത്തിനോട് ആദ്യം തന്നെ നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രിയങ്കരായിട്ടുള്ള പഠിതാക്കളുടെ മുന്നിലേക്ക് ഈ വിഷയത്തിന് ഞാൻ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണ്. വിഷയം പറഞ്ഞതുപോലെ കമ്മ്യൂണിറ്റി സൈക്കാട്രിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ എത്ര പേർക്ക് ഈ കമ്മ്യൂണിറ്റി സൈക്കാട്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും ഇത് കേട്ടിട്ടുള്ള ഈ പദം കേട്ടിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചില കാര്യങ്ങൾ ഒന്നുകൂടി ഏത് മേഖലയിലേക്കാണ് ഏത് കൂട്ടിയതായിട്ട് പറയേണ്ടത് എന്നുള്ളത് നോക്കാമായിരുന്നു. ഏതായാലും ഞാൻ തുടങ്ങുവാണ്. കമ്മ്യൂണിറ്റി സൈക്കാട്രി എന്ന് പറയുമ്പം നമ്മൾ അറിയേണ്ടത് മാറാരോഗങ്ങളും മനോരോഗങ്ങളുടെ ലക്ഷണങ്ങളും അതിന്റെ കാരണങ്ങളും അടിസ്ഥാനമാക്കിയിട്ട് അതിനെ നമ്മൾ എങ്ങനെയാണ് സമൂഹത്തില് ആ മാനസിക രോഗത്തിനെ ചികിത്സിക്കാം എന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോ ഇവിടെ പറയുമ്പം പൊതുവെ മനസ്സിന്റെ രോഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിന് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് 3 തരംതിരിക്കാം എന്നുള്ളതാണ്. അതിനെ ന്യൂറോസിസ് എന്ന് പറയാം, 2 ഓർഗാനിക് എന്ന് പറയാം, 3 സൈക്കോസിസ് എന്ന് പറയാം. അപ്പൊ ഇവിടെ ഈ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് രോഗങ്ങളുമായി ബന്ധപ്പെട്ട് മനോരോഗത്തിന്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള അറിവുണ്ടായി കഴിഞ്ഞാലാണ് നമുക്ക് സമൂഹത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഇത്തരം ആൾക്കാരെ ഏത് മേഖലയിലേക്കാണ് എത്തിച്ചു കൊടുക്കേണ്ടത് എന്നുള്ളതിന് ഉള്ള പ്രാഥമിക അറിവിന് വേണ്ടിയിട്ടാണ് ഈ കാര്യം ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ ഇവിടെ ന്യൂറോസിസ് എന്ന് പറയുമ്പോൾ വ്യക്തിക്ക് രോഗത്തിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ബോധ്യം ഉണ്ടാവും. ഇതാണ് അസുഖം എന്ന് പറയുന്നത്. അതിന്റെ ലക്ഷണങ്ങൾക്ക് ആൾക്ക് അറിയാൻ പറ്റും. അതോടൊപ്പം തന്നെ അത് ചികിത്സയിലൂടെയും കൗൺസിലിങ്ങിലൂടെയും മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ന്യൂറോസിസ് എന്ന വിഭാഗത്തിൽ പെടുന്ന അസുഖം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് അതിന് ഉദാഹരണങ്ങളായിട്ട് OCD, എല്ലാവരും പറയുന്ന ഒരു പദമാണല്ലോ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയുന്ന ഈ അസുഖത്തിനെ നോക്കുമ്പോൾ അത് ആൾക്കറിയാം. ഞാൻ എത്ര സമയമാണ് പാത്രങ്ങൾ കഴുകിയിട്ട് ചെലവഴിക്കുന്നത്, എത്ര ശ്രമിച്ചിട്ടും എൻ്റെ പാത്രം കഴുകൽ കഴിയുന്നില്ല, എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടുക, എങ്ങനെയുള്ള അയാളിൽ നിലനിൽക്കും. ആൻസൈറ്റി പോലെ തന്നെ ആൾക്ക് നിലനിൽക്കും. അപ്പോൾ ഇതുപോലെ ഉള്ള അസുഖങ്ങളെയാണ് പൊതുവെ നമ്മൾ ന്യൂറോസിസ് എന്ന വിഭാഗത്തിൽ പറയാറുള്ളത്. എന്നാൽ രണ്ടാമതായിട്ട് പറയുന്നത് ഇതിൽ ഒന്നാമത്തെ കാര്യത്തിൽ ക്ലയന്റിന് നല്ല ഇൻസൈറ്റ് ഉണ്ടായിരിക്കും, എനിക്കറിയാം അസുഖമുണ്ട് എന്നുള്ളത്. എന്നാൽ
രണ്ടാമത്തെ വിഭാഗമായിട്ടുള്ള സൈക്കോസിസ് എന്ന് പറയുന്ന ആ വിഭാഗത്തിന് മെന്റൽ ഡിസോർഡർ, സിവിയർ മെന്റൽ ഡിസോർഡർ ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പ്രത്യേകമായിട്ടുള്ള രോഗബോധ്യമുണ്ട് എന്ന് അയാൾക്ക് അറിയൂല. എന്താണ് എൻ്റെ അസുഖം, എന്താണ് എന്നെ ബാധിക്കുന്നത് എന്നുള്ളത് അയാൾക്ക് അറിയുക മാത്രമല്ല, അയാൾ ഇല്ലാത്ത കാഴ്ചകൾ കാണുക, ഇല്ലാത്ത വാക്കുകൾ കേൾക്കുക, അത് അയാളുടെ ജീവിതത്തിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുക. അതിൽ അയാൾ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്, ഞാൻ ആരോ ഒരാളുടെ പ്രത്യേകമായ ദൈവശക്തിയുള്ള ഒരു മനുഷ്യനാണെന്ന് അയാൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ശക്തിയിലാണ് അയാൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഡെലൂഷൻ വിശ്വാസങ്ങൾ വരിക എന്ന് പറയുന്നത്. മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ആൾക്ക് ഇല്ലാത്ത കാഴ്ചകൾ കാണാം. ഇപ്പൊ ഈ അടുത്തൊരാൾ എന്നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഇരിക്കുന്ന എൻ്റെ അടുക്കള ഭാഗത്ത് 100ഓളം പുരുഷന്മാർ വന്ന് എന്നെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എവിടെ പോയിട്ടും സ്വതന്ത്രമായി ഇരിക്കാനും സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും പോലും പറ്റാത്ത അവസ്ഥയാണ് എന്നെ എന്നെ ബുദ്ധിമുട്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവരനുഭവിക്കുന്ന ആ വേദനയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മൾ പറയും, അവർ എതിർത്ത് പറയും, ഞങ്ങളാരും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പം ആ വ്യക്തി അനുഭവിക്കുന്ന വേദനയെ ആ വ്യക്തിയുടെ വേദനയായിട്ട് തന്നെ കാണാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇതിനും ഈ വ്യക്തമായിട്ടുള്ള ചികിത്സയും അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള മരുന്നുകളും കൊടുത്താൽ തന്നെയാണ് സൈക്കോസിസിൽ മാറ്റങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഓർഗാനിക് മെന്റൽ ഡിസോർഡേഴ്സ് ആണ്. ആ ഓർഗാനിക് മെന്റൽ ഡിസോർഡർ എന്ന് പറയുമ്പോൾ പ്രത്യേകമായിട്ട് തലച്ചോറിനുണ്ടാകുന്ന ക്ഷതങ്ങൾ, ഒരു പക്ഷേ ആക്സിഡന്റിന്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസിന്റെ ഭാഗമായിട്ട്, ആൽക്കഹോളിക് അല്ലെങ്കിൽ മറ്റുള്ള ഡ്രഗ് അഡിക്ഷന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന പ്രയാസങ്ങളുടെ ഭാഗമായിട്ട് ക്ലയന്റിന് ഉണ്ടാകുന്ന തലച്ചോറിന്റെ വ്യതിയാനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ മറവി, നമ്മൾ പറയല് ബ്രെയിൻ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ചുരുങ്ങി പോരുന്ന ഒരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അൾഷിമേഴ്സിൽ അങ്ങേ അറ്റത്തിലേക്ക് എത്തുന്ന ഒരവസ്ഥ. അപ്പൊ ഇത് ഓർഗാനിക് ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതും നമുക്ക് മാറ്റാൻ പറ്റുന്നത് എന്ന് പറയുന്നത് പിന്നെ മെഡിസിൻ ട്രീറ്റ്മെന്റും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പരിധി വരെ. അപ്പോൾ ഒരു മാനസിക രോഗത്തിനെ നമ്മൾ കാണുക എന്ന് പറയുന്നത് അയാളുടെ വ്യക്തി ജീവിതത്തിനെ ബാധിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ രോഗമായിട്ട് കണക്കാക്കും. ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ അത് എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയ രോഗമായിട്ട് കണക്കാക്കിയിട്ട് ക്രോണിക് ഡിസീസിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ചികിത്സ കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോ ഇത് പറയുമ്പോൾ നമ്മൾ അറിയേണ്ടത് എങ്ങനെയാണ് ഹിസ്റ്ററി ഓഫ് പിന്നെ ഈ ഒരു കമ്മ്യൂണിറ്റി സൈക്കാട്രിയുടെ ഉത്ഭവം എന്ന് പറയുന്നതിനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് എന്ന് പറയുന്നത്, സൈക്കാട്രി മനോരോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒക്കെ മനസ്സിൽ ഓടി വരിക നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന പുതിയ ഹോസ്പിറ്റലുകളെ കുറിച്ചായിരിക്കും. കുതിരവട്ടം ഓർമ്മ വരുന്ന ആൾക്കാരുണ്ടാവും, മൂളമ്പാറ ഓർമ്മ വരുന്ന ആൾക്കാരുണ്ടാവും, അങ്ങനെയുള്ള ചികിത്സാ കേന്ദ്രങ്ങളെ കുറിച്ച് അറിയുന്ന ആൾക്കാരുണ്ടായിരിക്കാം. എന്നാൽ നമ്മൾ അറിയേണ്ടത് ഇതിന്റെ ഒരു 18 മുതൽ 20 നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ രോഗാവസ്ഥയിൽ ബുദ്ധിമുട്ടായ മനുഷ്യരെ പാർപ്പിക്കുന്ന പ്രത്യേക സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്ഥലങ്ങളുടെ പേര് എന്ന് പറയുന്നത് അസൈലം എന്നുള്ളതാണ്. ഈ അസൈലങ്ങളുടെ അവസ്ഥ എന്ന് പേരുകൊണ്ട് അർത്ഥമാക്കുന്നത് അഭയ കേന്ദ്രമാണ്, സുരക്ഷിത കേന്ദ്രമാണ് ഒക്കെ പറയുമ്പം അവിടെ താമസിപ്പിക്കാൻ കൊണ്ടുപോയ ആൾക്കാർക്ക് മരുന്ന് കണ്ടെത്താത്ത കാലഘട്ടത്തിൽ അവരെ എത്തിപ്പെടുന്ന അവസ്ഥ എന്ന് പറയുന്നത് ചെങ്ങലകളിൽ ഇട്ട് അവരെ പിന്നെ രോഗത്തിന് ചികിത്സ ശരിയാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക, ഉപദ്രവിക്കുക. അതും മാത്രമല്ല, സ്വന്തം വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് മാറ്റി താമസിച്ച് ജനവാസമില്ലാത്ത വല്ലാത്തൊരു സ്ഥലങ്ങളിൽ കൊണ്ട് താമസിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ എത്തിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക. ഈ ഒരു അവസ്ഥയിലാണ് ആ കാലഘട്ടത്തിൽ പിന്നെ ഇത്തരം ഒരു പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് ഇങ്ങനെ മനുഷ്യരെ നിർത്തുന്നത് ശരിയല്ല എന്നുള്ള വിപ്ലവാത്മകരമായിട്ടുള്ള ചിന്തകൾ വരികയും അതിന്റെ ഭാഗമായിട്ടാണ് കമ്മ്യൂണിറ്റി സൈക്കാട്രി ഉത്ഭവപ്പെട്ടു വരുകയും ചെയ്യുന്നത്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് പണ്ടൊക്കെ താമസിച്ചു കൊണ്ടിരുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് 1950കളിൽ ഫലപ്രദമായിട്ടുള്ള മാനസിക രോഗ മരുന്നുകൾ ഇങ്ങനെ കണ്ടെത്തി തുടങ്ങുകയാണ്. അപ്പൊ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കൊണ്ടുപോയി താമസിപ്പിക്കുന്ന ആൾക്കാർ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അത് കണ്ടെത്തിയിട്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ചികിത്സകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് മാറ്റിയിട്ട് സ്വന്തം വീടുകളിലേക്ക് ചികിത്സ എത്തിക്കാനുള്ള സഹായങ്ങളുമായിട്ടാണ് ആര് പോയിക്കൊണ്ടിരിക്കുന്നത്,
അന്നത്തെ ഒരു മെന്റൽ ഹെൽത്ത് ആക്ട് പ്രകാരം 1963 കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്ത് ആക്ട് നിലവിൽ വരുവാണ് അമേരിക്കയിൽ. അപ്പൊ മാനസിക ആരോഗ്യ രംഗത്ത് മനുഷ്യരുടെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ രോഗങ്ങളുടെ പരിപാലനം സാധ്യമാണ് എന്ന് ഉറപ്പിക്കുന്ന രീതിയിലേക്ക് അവരുടെ അവകാശങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നത്. അപ്പോ ഇത് ഇങ്ങനെ വെച്ച് നോക്കുമ്പം നമ്മൾ നേരത്തെ പറഞ്ഞു അസൈലങ്ങളുടെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞു, ആ അസൈലങ്ങൾ ഉണ്ടായിട്ടുള്ള പിന്നെ ദുരിതങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിൽ നിന്ന് മനുഷ്യൻ തിരിച്ചറിവുണ്ടായിട്ടാണ് ഈ കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്ത് ആക്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1963 വരുന്നത്. പിന്നെ അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞ ശേഷം അപ്പോ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് രാജ്യങ്ങളുടെ വിവിധ മേഖലകളിലേക്ക് എത്തിപ്പെടും എന്നുള്ളത് വാസ്തവാണല്ലോ. അപ്പൊ അതുപ്രകാരം ഇന്ത്യയിലും ഈ സംഗതി എത്തി എന്ന് പറയുമ്പോൾ 1982 നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം മുഖേന അത് എവിടത്തേക്ക് എത്തുന്നുണ്ട്? ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. അതുകൂടാതെ 1996 ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും വിചാരിക്കുന്നു, DMHP അല്ലെ, ഇവരുടെ കീഴിൽ താലൂക്ക് ഹോസ്പിറ്റലുകളിലും ആശുപത്രികളിലുമായി നിരന്തരമായിട്ടുള്ള ചികിത്സകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഈ ചികിത്സകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും മരുന്ന് കഴിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പ്രയാസപ്പെടുത്തുന്ന കാര്യമാണ്. ഞാൻ എന്തിനാണ് ഇപ്പോൾ ഷുഗറിന്റെ മെഡിസിൻ ആവട്ടെ, അല്ലെങ്കിൽ പ്രഷറിന്റെ ഹൈപ്പർ ടെൻഷന്റെ മെഡിസിൻ ആവട്ടെ, ഇതൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എത്ര നാളായി ഗുളിക കുടിക്കുന്നത്, അത് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കണം എന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കും. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിധത്തിലും അവർക്ക് അതിനോടുള്ള ഒരു താല്പര്യം ഉണ്ടാകാനുള്ള സാധ്യതയേ ഇല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ സൈക്കോസിസ് വിഭാഗത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തില്ല, ഇതിന് ഇൻസൈറ്റ് ഇല്ല, എനിക്ക് രോഗമാണ് എന്നുള്ളതോ ഈ അസുഖത്തിന് ചികിത്സിക്കണോ എന്നുള്ള ബോധ്യം ഇല്ലാത്തൊരു പ്രത്യേക വിഭാഗക്കാരാണ് ഇവര്. അപ്പൊ ഇതിന്റെ ഈ ക്രോണിക് ഡിസീസ് ആയിട്ട് സമൂഹത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം ആൾക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഡിസിപ്ലിനറി മോഡലിലായിട്ടാണ് ടാസ്ക് ഷിഫ്റ്റിംഗ് മെത്തേഡിലാണ് ഇത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് പോലെ 4 മനുഷ്യരിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾക്ക് മാനസിക പ്രയാസങ്ങൾ ഉണ്ട് എന്നുള്ളതും, നമ്മുടെ രാജ്യത്ത് മാനസിക രോഗങ്ങളെ ചികിത്സിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്ടർമാരും തെറാപ്പിസ്റ്റുമാരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ടാസ്ക് ഷിഫ്റ്റിംഗ് മെത്തേഡ് അനുസരിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടീം വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ സൈക്കാട്രിസ്റ്റ് ഉണ്ടായിരിക്കും, ഒരു ടീമില് സൈക്കാട്രിസ്റ്റ് ഉണ്ടായിരിക്കും, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ടായിരിക്കും, സൈക്കാട്രിസ്റ്റ് സോഷ്യൽ വർക്കർ ഉണ്ടായിരിക്കും, കമ്മ്യൂണിറ്റി നേഴ്സ്, ആശാ വർക്കർ, അതുപോലെ വോളണ്ടിയേഴ്സ്. അപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ട് ഈ ഒരു ടീമിന് ഈ ഇത്തരം ആൾക്കാരെ കണ്ടെത്തുകയാണ് ചെയ്യുക. അപ്പം പാവങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് ഇത്തരം മെഡിസിനുകൾ വാങ്ങുക എന്ന് പറയുന്നത് വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ സൗജന്യമായിട്ടുള്ള ഈ അവരുടെ പ്രശ്നങ്ങളെ കണ്ടെത്തിയിട്ട് അവർക്കുള്ള അവകാശങ്ങൾ വെച്ചു കൊടുക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്താറുള്ളത്. അപ്പൊ ഇവിടെ ഈ എന്താണ് ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇത്തരം രോഗങ്ങളുള്ള ആൾക്കാർക്ക് നേരത്തെ ഞാൻ പറഞ്ഞു രോഗത്തിനെ കുറിച്ച് അറിവില്ല, ഇതെന്താണ് അവരെ ബാധിച്ചിരിക്കുന്നത് അവർക്ക് അറിയില്ല, അതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോ അവര് മാനസിക രോഗത്തിനെ കുറിച്ചുള്ള ബോധവൽക്കരണം ആദ്യം നമ്മൾ ആശാ വർക്കേഴ്സിനും അതേപോലെ തന്നെ വോളണ്ടിയേഴ്സിനും മെന്റൽ ഹെൽത്ത് വർക്കേഴ്സിനും ഒക്കെ ട്രെയിനിങ് കൊടുക്കും. മാനസിക രോഗ ലക്ഷണങ്ങൾ എന്താണ്. അപ്പൊ നേരത്തെ സൈക്കോസിസിൽ പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കുന്ന സ്കിസോഫ്രീനിയ, അതുപോലെ തന്നെ ബൈപ്പോളർ ഡിസോർഡർ പോലുള്ള അസുഖങ്ങൾ. ഇപ്പൊ നേരത്തെ പറഞ്ഞത് പ്രകാരം 1950-കൾക്ക് ശേഷം പുതിയ പുതിയ മെഡിസിനുകൾ കണ്ടെത്തുകയാണ്, ലിത്തിയം പോലുള്ള മെഡിസിനുകൾ, ഹാലോപെരിഡോൾ പോലുള്ള മെഡിസിനുകൾ കണ്ടെത്തുകയും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിയന്ത്രണ വിധേയമാക്കി കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് മാനസിക രോഗങ്ങൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ട് അവരെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി വലിയൊരു ടീം വർക്കിലൂടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ക്ലിനിക്കിന്റെ കീഴിൽ മെന്റൽ ഹെൽത്ത് ആക്ഷൻ ട്രസ്റ്റ് എംഹാറ്റിന്റെ കീഴിലാണെങ്കിൽ നമ്മളൊരു 140ഓളം ക്ലിനിക്ക് പോയിട്ട് വർക്ക് ചെയ്യുന്നു. ഈ വർക്ക് ചെയ്യുന്നതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ പാലിയേറ്റീവ് കെയർ ആയിട്ട് ടൈപ്പ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ പാവങ്ങളായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ട് ഇവരുടെ പ്രയാസങ്ങൾ എന്താണ്, ഇവരുടെ പ്രശ്നങ്ങൾ എന്താണ്, ഇവരുടെ അസുഖം എങ്ങനെയാണ് ബാധിക്കുന്നത്. പിന്നെ ഈ മാനസിക അസുഖങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാ ചികിത്സയും പൊതുവെ കഴിയുന്നത് അന്ധവിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള രീതിയിലത്തേക്കായിരിക്കും. ഇത് ബാധ കൂടിയതാണ്, ഇതെന്തോ കയറി പ്രവേശിച്ചതാണ്, ഇത് പിശാചിന്റെ ശല്യങ്ങളാണ്, ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിരന്തരം
നിരന്തരം ചികിത്സകൾ ചെയ്തിട്ട് ചെങ്ങലകളിൽ കെട്ടിയിട്ട് ആൾക്കാരുണ്ടായിരിക്കുക. അപ്പൊ വേണ്ടത്ര അവരുടെ ബ്രെയിൻ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക, അതിന് വേണ്ടത്ര ചികിത്സകൾ ഉണ്ടായിരിക്കില്ല. അത് മാത്രമല്ല അവർക്ക് അറിഞ്ഞുകൊണ്ടുള്ള മരുന്ന് കഴിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവരെ ചികിത്സിച്ച് മാറ്റം വരുത്തുക എന്ന് പറയുന്നത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. കാരണം അവർക്ക് അറിയില്ല. പക്ഷെ അവരെ വളർത്തിക്കൊണ്ടിരിക്കുന്ന, അവരെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാമിലി മെമ്പേഴ്സിന് അറിയാൻ പറ്റും, അയ്യോ ഇതിൽ ഏത് വിധത്തിലാണ് ഇവരെ രക്ഷപ്പെടുത്തി എടുക്കേണ്ടത് എന്നുള്ളത്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, പിന്നെ ഒരു വിധത്തിലും ഇൻസൈറ്റ് ഇല്ലാത്തൊരു രോഗിയെ കാണുമ്പോൾ അവരുടെ ഡ്രസ്സിനെ കുറിച്ച് അവർക്ക് അറിയില്ല, ആരാണെന്ന് അറിയില്ല, കൂടെയുള്ളവർ ആരാണെന്ന് അറിയില്ല, പിന്നെ അവരുടെ സെൽഫ് കെയറുമായി ബന്ധപ്പെട്ട് പല്ലുതേപ്പ്, കുളികള്, ഡ്രസ്സ് മാറൽ, ഇതിനെ കുറിച്ചൊന്നും അവർക്ക് അറിയില്ല. അപ്പൊ ഇത്തരം ആൾക്കാരെ കണ്ടെത്തിയിട്ട് അവരുടെ അസുഖങ്ങളെ മനസ്സിലാക്കിയിട്ട് പതിയെ അവരറിഞ്ഞുകൊണ്ടുള്ള ചികിത്സ നടത്തുന്ന രീതിയാണ്. ഒരു പക്ഷെ ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സ് പറയും മരുന്ന് കുടിക്കാൻ മടിയാണെങ്കിൽ ആ രീതിയിലേക്കുള്ള അവരുമായി സംസാരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ട് പതിയെ പതിയെ ഇൻസൈറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ട് തന്നെയാണ് അവിടെ കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്തും സൈക്കാട്രി മാനേജ്മെന്റ് പോകാറുള്ളത്. അപ്പൊ ഇവിടെ ഏത് വിധത്തിലാണ് ഇവരെ നമ്മൾ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ, ഒന്ന് സൈക്കോ എഡ്യൂക്കേഷൻ, മാനസികാരോഗ്യ ബോധവൽക്കരണം. അവർക്ക് മരുന്ന് കൊടുത്ത് ഒരപ്പം നമ്മൾ സിവിയർ ആയിട്ടുള്ള മെന്റൽ ഡിസീസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് എങ്കിൽ അവർക്ക് നമ്മൾ ഒരാഴ്ചത്തേക്ക് മരുന്ന് കൊടുത്തു നോക്കും. എന്നിട്ട് അവരുടെ മാറ്റങ്ങൾ പതിയെ എത്തി തുടങ്ങി, അത് 2 ആഴ്ചയിലേക്ക് എത്തി, 3 ആഴ്ചയിലേക്ക് എത്തി, 4 ആഴ്ചയിലേക്ക് എത്തി. പിന്നെ നമ്മൾ റിക്കവറി ഓറിയന്റഡ് അപ്രോച്ച് ആയിട്ട്, അതായത് അയാളുടെ പഴയ അവസ്ഥയിലേക്ക് അയാൾ എത്തണം. പല്ലുതേപ്പില്ലാത്ത, കുളിയില്ലാത്ത, ഡ്രസ്സ് മാറാത്ത, വൃത്തികേടായി നടക്കുന്ന മനുഷ്യനെ സാധാരണക്കാരായിട്ടുള്ള അയാളുടെ പഴയ അവസ്ഥയിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള റെഗുലർ ഫോളോ അപ്പ് നടത്തിയിട്ട്, അതായത് 4 ആഴ്ചത്തേക്കുള്ള മെഡിസിൻ കൊടുത്തിട്ടുണ്ടായിരിക്കുക, അതിന്റെ കൂടെ തെറാപ്പിയും കാര്യങ്ങളും സംസാരിച്ച് മാറ്റം വരുത്തിയെടുക്കുന്ന അവസ്ഥയിലേക്കാണ് എത്തിക്കുക എന്ന് പറയുന്നത്. അപ്പോ ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത്, മാനസികാരോഗ്യ ബോധവൽക്കരണം കൊടുക്കുക എന്ന് പറയുമ്പോൾ അയാളുടെ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ എന്താണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞു ഉന്മാദ വിഷാദ രോഗം എന്നായിക്കോട്ടെ, ആ ഉന്മാദ വിഷാദം അയാൾ പറയും, അയാൾക്ക് അറിയുന്നില്ല ഞാൻ ഭയങ്കര സന്തോഷത്തിലാണെന്നോ, അല്ലെങ്കിൽ ഞാൻ കൂടുതലായിട്ടുള്ള സെക്ഷൽ നീഡ്സ് വരുന്നുണ്ട് എന്നുള്ളതോ, അതുപോലെ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ഒരുങ്ങുന്നുണ്ടെന്നുള്ളത്, പോസിറ്റീവ് സിംറ്റംസ്, നെഗറ്റീവ് സിംറ്റംസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ വിധത്തിൽ ഉപദ്രവങ്ങളോ കാര്യങ്ങളോ ഒക്കെ എത്തുന്ന ആൾക്കാർക്ക് അവരുടെ മൂഡ് സ്റ്റെബിലൈസർ അല്ലെ, നമ്മൾ 3 വിധത്തിലുള്ള മെഡിസിൻ മാനേജ്മെന്റ് ആണ് പൊതുവെ ഇത്തരം മാനസിക രോഗങ്ങൾക്ക് ഉപയോഗിക്കാറുള്ളത്. ഒന്ന് ആന്റി ഡിപ്രസന്റുകളായിരിക്കാം, അല്ലെങ്കിൽ മൂഡ് സ്റ്റെബിലൈസറുകളായിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം ആന്റിസൈക്കോട്ടിക് മെഡിസിൻസ് ആവാം. അപ്പൊ ഈ മെഡിസിൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സോഡിയം വാൾപ്രേറ്റിനെ പോലെ, അതേപോലെ തന്നെ കാർബമസാപ്പിനെ പോലെ, ലിത്തിയത്തിനെ പോലെയുള്ള മെഡിസിനുകൾ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻ സപ്പോർട്ട് എന്ന രീതിയിലേക്ക് ആന്റി ഡിപ്രസൻ, സെർട്ടാലിൻ, വെല്ലാഫാക്സിൻ, അതേപോലെ എസിറ്റിലപ്രം, അങ്ങനെ കുറെ മെഡിസിൻസ് ആ വിഭാഗത്തിൽ പെടുന്ന രീതികളുണ്ട്. അതുപോലെ തന്നെ ആന്റിസൈക്കോട്ടിക് വിഭാഗത്തിൽ പെടുന്ന മെഡിസിൻസ് എന്ന് പറയുമ്പോൾ പ്രസ്പിരിഡോൺ, ഹലോപെരിഡോൾ, അങ്ങനെയുള്ള മെഡിസിൻസുകളൊക്കെ കൊടുത്തിട്ട് ആളുടെ ആ പഴയ അവസ്ഥയിലേക്ക് എത്തിപ്പെടാനുള്ള ശ്രമങ്ങളാണ് നടത്തി കൊടുക്കുക. അപ്പോൾ ഇതിന് ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ടീം വർക്ക് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വോളണ്ടിയർ, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് ഈ രോഗലക്ഷണങ്ങളെ ബോധ്യപ്പെടുത്തിയ ശേഷം അവർക്ക് ആവശ്യമായിട്ടുള്ള തുടക്കത്തിലെ കണ്ടെത്തലുകൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ എന്താണ് നിങ്ങളുടെ രോഗലക്ഷണങ്ങൾ അവർക്ക് തന്നെ ബോധ്യം ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ ഉറക്കം കുറയുന്നു, ഉഷാറ് കൂടി വരുന്നു, സംസാരം കൂടി വരുന്നു, അതിനെ മനസ്സിലാക്കിയിട്ട് ശരി ഞങ്ങളുടെ അവസ്ഥയെ അയാൾക്ക് ഇൻസൈറ്റ് വന്ന് തുടങ്ങി മെഡിസിനിലേക്ക് എത്തി മാറ്റം വന്ന് തുടങ്ങാനുള്ള സഹായിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് പുനരധിവാസം അല്ലെ. ഇങ്ങനെയുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആരെ ഏറ്റെടുക്കും. ഇപ്പൊ നമ്മൾക്ക് കുതിരവട്ടത്ത് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഏറ്റെടുക്കാൻ കഴിയാത്ത ആൾക്കാരൊക്കെ പൊതുവെ നമ്മൾ കാണാലോ. അപ്പൊ അങ്ങനെയല്ലാതെ സ്വന്തം വീട്ടിൽ തന്നെ കുടുംബത്തിനോടൊപ്പം നിലനിർത്തിക്കൊണ്ട് അയാൾക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിട്ട്, അയാൾക്ക് ഏത് സ്കില്ലാണ് ഉണ്ടായിരുന്നത്, ടൈലറിംഗ് ഉള്ള സ്കിൽ ഉണ്ടായിരുന്നോ, കച്ചവടം ചെയ്തുള്ള സ്കിൽ ഉണ്ടായിരുന്നോ, അതേപോലെ തന്നെ അയാൾ നാട്ടിൽ മറ്റുള്ള തൊഴിലുറപ്പ് പണികൾക്ക് പോയുള്ള ശീലങ്ങൾ ഉണ്ടായിരുന്നോ, നാടൻ പണികൾക്ക് പോയിട്ടുള്ള ശീലങ്ങൾ ഉണ്ടായിരുന്നോ, ആ ശീലങ്ങളിലേക്ക് അയാളെ തിരിച്ചെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പിന്നീട് ചെയ്യാറുള്ളത്. അപ്പം തൊഴിൽ പരിശീലനങ്ങൾ നൽകി, അതാണ് റിക്കവറി ഓറിയന്റഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. അയാളുടെ സാധാരണ അവസ്ഥയിലേക്ക് എത്രത്തോളം എത്തിക്കാൻ പറ്റുമോ അത്രത്തോളം അവസ്ഥയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയാണ് കമ്മ്യൂണിറ്റി സൈക്കാട്രിയിലൂടെ നമ്മൾ ശ്രമിക്കാറുള്ളത് എന്ന് പറയുന്നത്.
അപ്പോ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത്തരം ഒരു കമ്മ്യൂണിറ്റി സൈക്കാട്രി വർക്ക് ചെയ്യുമ്പോൾ അതിനെന്ത് ഗുണങ്ങൾ കിട്ടുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഒരു കമ്മ്യൂണിറ്റി പിന്നെ സൈക്കാട്രി പേഷ്യന്റ് ഉള്ള ഒരാളെ ഒരു രോഗിനെ സംബന്ധിച്ചിടത്തോളം, മനോരോഗങ്ങളുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വാങ്ങുന്ന മെഡിസിനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ ചെലവ് കൂടിയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് DMHP കൊടുക്കുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. അവരുടെ ഡോക്ടർ ഫോളോ അപ്പ് നടക്കുന്നുണ്ട്. മന്ത്ലി വൺ എല്ലാ ക്ലിനിക്കിലും, എല്ലാ പിന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും ഇതുപോലെയുള്ള താലൂക്ക് ഹോസ്പിറ്റലുകളിലൊക്കെ ചികിത്സകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് സൗജന്യമായിട്ടുള്ള മരുന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ചെലവ് കുറവ് എന്ന് പറയുമ്പോൾ ഈ ഒരു മരുന്ന് വാങ്ങിക്കൊണ്ട് ചികിത്സിച്ച് നിലനിർത്തേണ്ട അവസ്ഥയിലേക്ക്, കാരണം ക്രോണിക് ഡിസീസ് ആയിട്ടുള്ള ആൾക്കാരെ എല്ലാവർക്കും വലിയ മെഡിസിൻ കൊടുക്കണം എന്നല്ല കേട്ടോ പറയുന്നത്. അത്രയും നമുക്കറിയാം, ഒരു വിധത്തിൽ ഉറക്കം കുറവായി, നടത്തം കൂടുതലായി, ആരോട് സംസാരിക്കുന്നില്ല, വൃത്തിയില്ലാതെ നടക്കുന്ന, വലിയ പ്രയാസങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരെ അയാളുടെ ജീവിതത്തിലേക്ക് എത്തിക്കണം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരിക്കലും ഒരാളെയും മരുന്ന് കൊടുത്ത് ഉറക്കി നിർത്തുന്നവരല്ല. അങ്ങനെ ചെയ്യാനും പാടില്ല. കാരണം അയാൾക്ക് കഴിവുണ്ടായിരുന്നു, അയാൾക്ക് അങ്ങനെ രോഗം വന്നു, അയാളുടെ ജനറ്റിക് പ്രശ്നങ്ങളായിരിക്കാം, ബ്രെയിനിലെ ന്യൂറോ കെമിസ്ട്രിയിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസങ്ങളായിരിക്കാം. ഇതൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അയാളുടെ എങ്ങനെയാണ് സമൂഹത്തിലേക്ക് അയാൾക്ക് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പം പൊതുവെ ചിലയിടത്തൊക്കെ ചില ആൾക്കാർ പറയല്ലോ, ബെൻസോഡയാസ്പിൻ പോലെയുള്ള ഉറക്ക ഗുളികളൊക്കെ കൊടുത്തിട്ട് ആളെ ഒരു ഉറക്കി കടത്തിയിട്ട് ഒരു ഭയങ്കരമായി തടി വെച്ച രൂപങ്ങളായിട്ട് വരുന്ന അവസ്ഥയിലേക്കൊന്നും എത്തൂല. അയാൾക്ക് റെഗുലർ ആയിട്ടുള്ള ഫോളോ അപ്പ് കൊടുത്തിട്ട് ആളോടൊപ്പം അയാൾക്ക് എന്താണ് ഗോൾ സെറ്റ് ചെയ്ത് പോയിട്ട് അയാൾക്ക് ഇനി എന്താണ് ആവശ്യം, മോട്ടിവേഷൻ ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് അയാളുമായി കൂടെ നിന്ന് യാത്ര ചെയ്തുകൊണ്ട് തന്നെ അയാളുടെ നീഡിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ക്ലയന്റിന്റെ കൂടെ ശ്രമിക്കുകയാണ് ഇതിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു അവസ്ഥ എന്ന് പറയുന്നത് സ്റ്റിഗ്മ കുറച്ചെടുക്കാൻ ഈ കമ്മ്യൂണിറ്റി സൈക്കാട്രി നമ്മളെ സഹായിക്കും. അപ്പൊ സ്റ്റിഗ്മ കുറക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അറിയേണ്ടത്, നമുക്കറിയാലോ, ഈ അസുഖം വന്നു കഴിഞ്ഞാൽ പല ആൾക്കാരും, നമുക്ക് ശരീരത്തിന്റെ അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള ഡോക്ടർമാരെ പോയി കാണിക്കും. പക്ഷെ മനസ്സിന്റെ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ ഒരാളെ പോയിട്ടും കാണിക്കാതെ അത് ഉൾവലിഞ്ഞ് അത് പുറത്തേക്ക് പറയാൻ താല്പര്യപ്പെടാത്ത ഒരവസ്ഥയിലേക്കാണ് പോയിരിക്കുക. അപ്പൊ അത്തരം സ്റ്റിഗ്മ നിലനിൽക്കുന്ന ഇടത്ത് തന്നെ അയാളുടെ സ്വന്തം വീട്ടിൽ അയാളുടെ കുടുംബങ്ങൾക്കിടയിൽ വെച്ചിട്ട് അയാൾക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോ അത് വല്ലാത്തൊരു സുഖകരമായിട്ടുള്ള അവസ്ഥയാണല്ലോ. കാരണം ഒരു ജയിലിൽ അടക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നില്ല. അപ്പൊ സ്റ്റിഗ്മ മാറ്റി കൊടുക്കാനും ഇതിലൂടെ സാധിക്കും, കമ്മ്യൂണിറ്റി സൈക്കാട്രിയിലൂടെ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറയും കുടുംബത്തിന്റെ പങ്കാളിത്തം അല്ലെ. ഇപ്പൊ അസുഖങ്ങൾ മാറി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അപ്പൊ നമ്മൾ പിയർ സപ്പോർട്ട് ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. എന്താ പിയർ സപ്പോർട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അസുഖം മാറിയ ആൾക്കാർക്ക് ഇന്ന് സംസാരിക്കാണ്, ഞങ്ങൾ എങ്ങനെ ആയിരുന്നു, ഞങ്ങൾ എങ്ങനെ എത്തി എന്നുള്ളത് അവർക്ക് സമൂഹത്തിൽ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ശ്രമങ്ങളാണ് പിയർ ഗ്രൂപ്പിന്റെ സപ്പോർട്ട് ഗ്രൂപ്പിന്റെ അടിയിൽ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് പിന്നെ കുടുംബത്തിന്, അതായത് മൾട്ടിപ്പിൾ ഫാമിലി സപ്പോർട്ട് ഗ്രൂപ്പ്. ഇത്തരം മാനസിക രോഗങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സ്ട്രെസ്സുകളുണ്ട്. അവരെ കേൾക്കാൻ, അവരെ മനസ്സിലാക്കാൻ, അവരുടെ പ്രശ്നത്തിന് വേണ്ടിയിട്ട് കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് അവരുമായി ചേർന്ന് കാര്യങ്ങൾ സംസാരിച്ച് അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് അയാളുടെ മരുന്ന് കൊടുക്കുമ്പോൾ, നമ്മൾ അറിയാലോ, ഇപ്പൊ മരുന്ന് റിലാപ്സിലേക്ക് വരുവാണെങ്കിൽ അയാളുടെ അസുഖം വന്നു, അയാൾക്ക് ലക്ഷണങ്ങൾ വന്നു, പക്ഷെ ഇൻസൈറ്റ് കുറഞ്ഞു വരുന്നു, മരുന്ന് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ വീട്ടുകാർ ബുദ്ധിമുട്ടാവും, അയ്യോ ഇവർക്ക് എങ്ങനെ അഞ്ഞ് പിന്നെ മരുന്ന് കൊടുക്കുക എന്ന് പറയുന്നത്. ഇതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന മാർഗം എന്ന് പറയുന്നത്, അയാളോട് അടുത്ത് നിൽക്കുന്ന, അയാളെ മനസ്സിലാക്കുന്ന, അയാളെ ജഡ്ജ് ചെയ്യാതെ, അയാളെ ഉപദേശിക്കാതെ അയാളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന വളണ്ടിയേഴ്സ് കൂടെ ഉണ്ടായിരിക്കും. ആ വളണ്ടിയേഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്, അയാളൊരു അംഗമായിട്ട്, ഒരു മനുഷ്യനായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്, രോഗിയായിട്ടല്ല കണക്കാക്കപ്പെടുന്നത്. ആ മനുഷ്യനോടൊപ്പം അയാളുടെ നീഡ് മനസ്സിലാക്കിക്കൊണ്ട് അയാളുടെ ഡേ ടു ഡേ ലൈഫിനെ ഏതൊക്കെ വിധത്തിലാണ് സഹായിക്കേണ്ടത് എന്നുള്ള ഒരു വളണ്ടിയർ സിസ്റ്റം ഉണ്ടാക്കിയിട്ടാണ് പൊതുവെ എന്ത് വർക്ക് ചെയ്യുന്നത്, കമ്മ്യൂണിറ്റി സൈക്കാട്രി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കിട്ടുമ്പോൾ അയാൾക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ആരും എന്നെ കേൾക്കുന്നില്ല, എല്ലാവരും എന്നെ വെറുത്തുകൊണ്ടിരിക്കുന്നു എന്ന അവസ്ഥയിൽ നിന്ന് കൂടെ നിൽക്കുന്ന ഒരാള് തോളോട് തോൾ നിർന്നുകൊണ്ട് അയാൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നിന്റെ കാര്യങ്ങൾ, എന്നിട്ട് ഒരു പക്ഷെ ക്ലിനിക്കിലൊക്കെ വന്നിട്ട് ഇവരായിരിക്കും പറയാ, അദ്ദേഹത്തിന് ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് കേട്ടോ, അയാൾക്ക് ഇന്ന കാര്യങ്ങൾ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്, അയാളൊന്ന് സഹായിക്കാലോ എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നുണ്ടായിരിക്കും. അപ്പൊ ആ വിധത്തിലുള്ള സപ്പോർട്ടും ആർക്ക് കൊടുക്കുന്നുണ്ടായിരിക്കാം, നമ്മൾ ഇത്തരം വ്യക്തികൾക്ക്
കൊടുക്കുന്നുണ്ടായിരിക്കാം. പിന്നെ മറ്റൊന്ന്, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു കുടുംബാംഗങ്ങളുടെ പ്രത്യേകത. അപ്പോൾ ഇവരെ വളർത്തിക്കൊണ്ടിരിക്കുന്ന, ഇവരെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് പൊതുവെ സ്ട്രെസ് ഫാക്ടേഴ്സ് കൂടുതലായിരിക്കും. ഇവരുടെ പ്രശ്നങ്ങള്, പിന്നെ വിവാഹം നടക്കായിക, സമൂഹത്തിലുള്ള പ്രയാസങ്ങള്, മുദ്ര കുത്തപ്പെടുക, ഇതിന്റെ ഭാഗമായിട്ട് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കേട്ടിട്ടില്ലെങ്കിൽ ആ ചുറ്റുപാട് മുഴുവൻ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ അവരെ മാറ്റി അവരെ കൂടെ നിന്നുകൊണ്ട് അവരുടെ പ്രയാസങ്ങളെ കേൾക്കുക, മാസത്തിലൊരിക്കൽ അവരെ ഇരുത്തി സംസാരിക്കുക, എവിടെ എത്തി നിൽക്കുന്നു, അവരെങ്ങനെയാണ് ഇവരെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയെക്കുറിച്ച്, മരുന്ന് കൊടുക്കേണ്ട ആവശ്യതയെക്കുറിച്ചൊക്കെ ബോധ്യം ഉണ്ടാക്കി കൊടുക്കുന്നതും ഇതുപോലെയുള്ള മൾട്ടിപ്പിൾ ഫാമിലി സപ്പോർട്ട് ഗ്രൂപ്പിലായിരിക്കും. അങ്ങനെയാണ് അവരുടെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി സൈക്കാട്രിയിലെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യാവകാശ സംരക്ഷണമാണ്. കാരണം ഈ നേരത്തെ ഞാൻ പറഞ്ഞു, അസൈലങ്ങളിൽ പാർപ്പിച്ചിരുന്ന മനുഷ്യരെ ചെങ്ങലക്കിട്ടും ഉപദ്രവിച്ചും അതേപോലെ തന്നെ ഒരു വിധത്തിലും സ്വാതന്ത്ര്യമില്ലാതെ വെറും കറുത്തൊരു യുഗത്തിൽ താമസിച്ചിരുന്ന മനുഷ്യരെയാണ് നമ്മൾ അവരെ ഏറ്റവും നല്ല മനുഷ്യരാക്കിയിട്ട് മെന്റൽ ഹെൽത്ത് ആക്ട് പ്രകാരം, ആ നിയമപ്രകാരം അവർക്ക് ആവശ്യമായിട്ടുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടീമും കൂടിയാണ് ഏതെന്ന് പറയുന്നത്, ഈ ഒരു കമ്മ്യൂണിറ്റി സൈക്കാട്രി ടീം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പറയുമ്പോൾ, ഇവിടെ ഈ ആള് പൊതുസമൂഹമായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ, ഇയാളുടെ കുടുംബത്തുമായിട്ട് അയാൾക്ക് ചെലവഴിക്കാൻ പറ്റുന്നുണ്ടോ, നാട്ടുകൂട്ടങ്ങളിൽ ഇപ്പൊ കുടുംബശ്രീ യോഗങ്ങള്, ഗ്രാമസഭാ യോഗങ്ങളില്, അതുപോലെ പള്ളികളില്, പന്തുകളി ഇടങ്ങളില്, ഗ്രൗണ്ടുകളില്, ഇവിടെയൊക്കെ അയാൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ടോ, ഇയാളുടെ ഡെയിലി ലിവിങ് സ്കില്ല്, അയാൾ രാവിലെ എണീച്ചിട്ട് രാത്രി ആവുന്നത് വരെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള അയാളുടെ ഡേ ടു ഡേ ലൈഫിനെ തിരിച്ചു പിടിച്ചുകൊണ്ട് അസുഖങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി, ഞാനൊരു രോഗിയാണ് എന്നുള്ള കോൺസെപ്റ്റിൽ നിന്ന് മാറ്റി നിർത്തി ഇതൊക്കെ സാധ്യമാണ് എന്നുള്ളതും, ഇതിന്റെ കൂടെ തന്നെ മരുന്ന് കഴിക്കേണ്ട ആവശ്യകത, മരുന്ന് കഴിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്, പൊതുവെ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ അസുഖത്തിന് മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് എല്ലായിടത്തും, എല്ലാ സ്ഥലങ്ങളിലും, ക്ഷേത്രങ്ങളിലും അമ്പലങ്ങളിലും അതുപോലെ തന്നെ എന്താ പറയുക, ഈ പിന്നെ ചികിത്സകൾ നടക്കുന്ന ഇടങ്ങളിലൊക്കെ പോയിട്ട് ഒരുപാട് പണം ചെലവായിക്കായിട്ട് നമ്മുടെ അടുത്തേക്ക് എത്തുക. അപ്പത്തേക്ക് അയാളുടെ അസുഖങ്ങളുടെ പിന്നെ ആധിക്യം കൂടിയിട്ടുണ്ടാകും. അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രയാസങ്ങളുടെ ഭാഗമായിട്ട് ഒരു പക്ഷെ ആദ്യത്തെ ഒരു പ്രാവശ്യം ഒറ്റ പ്രാവശ്യം കൊടുക്കേണ്ട മരുന്നിന്റെ ഭാഗത്ത് അവസാന നാളാകുമ്പോൾ 3-4 മെഡിസിൻ സപ്പോർട്ടിലേക്ക് പോകേണ്ടി വരും. പക്ഷെ നല്ലൊരു ഫോളോ അപ്പും റെഗുലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട് എങ്കിൽ നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വെച്ച് തന്നെ ഇത്തരം അസുഖങ്ങളെ ചികിത്സിച്ച് മാറ്റം വരുത്താൻ പറ്റുമെന്ന് പറയുന്ന ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിക്കവറി ഓറിയന്റഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്ന ക്ലിനിക്കിന്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, www.mhatkerala.org എന്ന് പറയുന്ന സൈറ്റിൽ റിക്കവറി ഓറിയന്റഡ് അപ്രോച്ചിൽ എങ്ങനെയാണ് മനുഷ്യരെ സാധാരണ ജീവിതത്തിലേക്ക് എത്തിക്കാൻ പറ്റുക എന്ന് പറയുന്ന അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. ഏതായാലും നിങ്ങളിലൊക്കെ ഇത്തരം കഴിവുകളുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ ഇത്തരം സെൽഫ് കെയർ പുവർ ആയിട്ടുള്ള അസുഖങ്ങൾ കൊണ്ട് ബാധിതരായിട്ടുള്ള മനുഷ്യരെ അതാത് ഇടങ്ങളിലേക്ക് സ്ക്രീനിങ്ങിലൂടെ തെളിയിപ്പിച്ചെത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പരിഗണനകൾ കൊടുക്കാനും നാട്ടിലെ അവരുടെ അസുഖങ്ങൾ മാറ്റി കൊടുക്കാനുള്ള ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള മനസ്സും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന് അവസരം തന്ന സംഘാടകരോട് എല്ലാവിധ സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഗുഡ് മോർണിംഗ് ടു ഓൾ. മാനസികാരോഗ്യം എന്നത് വ്യക്തികളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അത് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിന്റെ കൂടി ആരോഗ്യമാണെന്ന് അത്രമേൽ ലളിതമായും മനോഹരമായും ഈ അരമണിക്കൂർ കൊണ്ട് നമ്മളിലേക്ക് എത്തിച്ച പ്രിയപ്പെട്ട നബീല മാഡത്തിന് ആദ്യം തന്നെ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ കാൾ ജങ് പറഞ്ഞൊരു വാചകമുണ്ട്, വി ആർ നോട്ട് വാട്ട് ഹാപ്പൻ ടു അസ്, വി ആർ വാട്ട് വി വിഷ് ടു ബിക്കം. നമുക്ക് എന്ത് സംഭവിച്ചു എന്നതല്ല, നമ്മൾ എന്താകാൻ ആഗ്രഹിക്കുന്നു എന്നതിലാണ് കാര്യം. ആ ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ കമ്മ്യൂണിറ്റി സൈക്കാട്രിക്ക് എത്രത്തോളം പങ്കുണ്ടെന്ന് മാഡം ഇന്ന് കൃത്യമായി പറഞ്ഞു തന്നു. ഒരു വ്യക്തിയുടെ മാനസിക പ്രയാസങ്ങളിൽ ഒപ്പം നിൽക്കാൻ ഒരു സമൂഹത്തെ എങ്ങനെ പ്രാപ്തമാക്കാം എന്നതിനെ കുറിച്ച് വളരെ ആഴത്തിലുള്ള ഒരു ഉൾക്കാഴ്ചയാണ് മാഡം ഈ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് സമ്മാനിച്ചത്. ഓരോ വാക്കിലും ആ വിഷയത്തോടുള്ള മാമിന്റെ അറിവും ആത്മാർത്ഥതയും പ്രകടമായിരുന്നു. ഈ നല്ല സെഷന് ഡിവിഷൻ പ്രോഗ്രാമിന് വേണ്ടി മാമിനെ വ്യക്തിപരമായും ഒത്തിരി നന്ദി അറിയിക്കുന്നു. പ്രോഗ്രാം ഡയറക്ടർ ശ്രീമതി നൂസിയ മാഡം, ടീം ഇൻചാർജ് ജംഷീർ സാർ, ഷിഫ്ന മാം ഉൾപ്പെടുന്നവരും, അതുപോലെ തന്നെ
ഈ പ്രോഗ്രാമിന്റെ ജീവൻ എന്ന് പറയുന്നത് ഇതിലെ സ്ഥിരം ശ്രോതാക്കളായ നിങ്ങളാണ്. എലോൺ വി ക്യാൻ ഡു സോ ലിറ്റിൽ, ടുഗദർ വി ക്യാൻ ഡു സോ മച്ച് എന്ന് ഹെലൻ കെല്ലർ പറഞ്ഞ പോലെ എല്ലാ ദിവസവും കൃത്യസമയത്ത് ഒത്തുചേർന്ന് പരസ്പരം പിന്തുണ നൽകി ഈ കൂട്ടായ്മയെ ഇത്രയും സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളാണ് ഇതിന്റെ യഥാർത്ഥ കരുത്ത്. നിങ്ങളുടെ ഈ സ്ഥിരതയും താല്പര്യവുമാണ് ഇതുപോലെയുള്ള നല്ല ക്ലാസുകൾ ഇനിയും കൊണ്ടുവരാൻ ഡിവിഷൻ ടീമിന് പ്രചോദനമാകുന്നത്. നിങ്ങൾ ഓരോരുത്തർക്കും എന്റെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ ഓൺലൈൻ വേദിയെ ഇത്രയും അർത്ഥവത്താക്കിയ നബീല മാമിനും ക്ഷമയോടെ കേട്ടിരുന്ന പ്രിയ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഇന്നത്തേക്ക് വിടാം. താങ്ക് യു ഓൾ.